അമേരിക്കയിൽ ആകമാനം ഉലച്ച ഒരു സംഭവമാണ് ജെഫ്രി എപ്സ്റ്റീൻ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ട്രംപും എലോൺ മസ്കാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം ട്രംപുമായ പ്രശ്നമുണ്ടായ ശേഷം ജെഫ്രി എപ്സ്റ്റീൻ ഫയലിനെ പറ്റി കൂടുതൽ പറയുകയും പിന്നീട് അമേരിക്കൻ മീഡിയയിൽ ഇതിനെപ്പറ്റി വലിയ ഡിസ്കഷൻ ഉണ്ടായി. ആരും പ്രതീക്ഷിച്ചില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ സെനറ്റിനോടും കോൺഗ്രസിനോടും ആവശ്യപ്പെടുന്നു ഈ ഫയലുകൾ റിലീസ് ചെയ്യാൻ. ഇപ്പോഴേറ്റവും കൂടുതൽ പേടി ഡൊണാൾഡ് ട്രംപിന് റിപ്പബ്ലിക്കൻ പാർട്ടിക്കോ അല്ല, ഇതുമായി ഉൾപ്പെട്ടിരിക്കുന്ന ഡെമോക്രാറ്റ്സിന്റെ ലീഡറും അവിടെ സെർവിങ് ആയിട്ടുള്ള ജുഡീഷ്യൽ സീനിയർ ആയിട്ടുള്ള ജഡ്ജിമാരും സുപ്രീം കോടതി ജഡ്ജിമാരും അതേപോലെ ട്രംപിനെതിരെ നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന പത്രക്കാരും ആകെപ്പെട്ടുപോയി. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പെൻസിൽവാനിയ ലീഡറായ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ട്രാറ്റജിസ്റ്റും ട്രംപിൻ്റെ കഴിഞ്ഞ ഇലക്ഷൻ്റെ വിജയത്തിൻ്റെ സ്ട്രാറ്റജിസ്റ്റുമായ സ്റ്റാൻലി ജോർജുമായിട്ടാണ് സംസാരിക്കുന്നത്. നമസ്കാരം സ്റ്റാൻലി. ഈ ജെഫ്രി എപ്സ്റ്റീൻ ഫയല് ട്രംപ് തന്നെ സൈൻ ചെയ്തത് റിലീസ് ചെയ്യുമെന്ന് താങ്കൾ വിചാരിച്ചോ? തീർച്ചയായിട്ടും അത് നേരത്തെ തന്നെ ട്രംപിന് അതുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശം ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിരുന്നു, FBI കൊടുത്തിരുന്നു. അത് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. അത് വൈകിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, എൻ്റെ ചോദ്യം അതല്ല. ഈ ട്രംപുമായി ഇതുമായി ബന്ധപ്പെട്ട അമേരിക്കൻ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും അമേരിക്ക ചില ഒഫീഷ്യൽസും ഒക്കെ പറഞ്ഞിരുന്നത് ട്രംപും ജെഫ്രി എപ്സ്റ്റീനുമായിട്ടുള്ള ഇലിസിറ്റ് ബന്ധം, സെക്ഷൽ അസോൾട്ട്, ആ പെൺകുട്ടിയുടെ പേര് ഞാൻ പറയത്തില്ല, ആ പെൺകുട്ടിയുടെ പേര്, അതേപോലെ തന്നെ ബ്രിട്ടീഷ് റോയൽ ഫാമിലിയുടെ അംഗം, ഇതിനകത്ത് ട്രംപ് ഉണ്ട്. അതായത് ഐലൻഡിൽ പോയത്, ബീച്ച് പാം ഐലൻഡിൽ പോയ ഇഷ്യൂ എല്ലാം വെച്ച് എങ്ങനെയാണ് പെട്ടെന്ന് ട്രംപ് ഇതേപോലെ സ്ഫോടനാത്മകമായ രീതിയിൽ എന്നാൽ ഈ ഫയൽ മുഴുവൻ അങ്ങ് പുറത്ത് വിട്ടേക്കാം, ഈ ഒരു ധാരണ എങ്ങനെയാണ് ഉണ്ടായത്? മാത്യു, ഇത് ഈ ജെഫ്രി എപ്സ്റ്റീന്റെ കഥ എന്ന് പറയുന്നത് വളരെ പ്രമാദമായ ഒരു കേസാണിത്. കാരണം ഇത് 3 പതിറ്റാണ്ട് ആരംഭിച്ചാണ്. 90-കളിൽ ഇയാൾ ഒരു മാത്സ് അധ്യാപകരായിരുന്നു ന്യൂയോർക്കിൽ. ഒരു അധ്യാപകനായിട്ട് തുടങ്ങിയാണ്. ന്യൂയോർക്കിൽ തന്നെ തുടങ്ങിയാക്കി പാർട്ടീനെ അയാൾ ഈ സമൂഹത്തിലെ ഉന്നതന്മാരുമായിട്ട് ഭയങ്കര ബന്ധം സ്ഥാപിച്ചു. സെലിബ്രിറ്റികളുമായിട്ടും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ വലിയ വൻകിട ബിസിനസ്സുകാരുമായിട്ട് ഈ മറ്റും ബന്ധം ഉണ്ടാക്കി. എന്തോ ഇയാൾക്ക് ഒരു പ്രത്യേക കാര്യമുണ്ട് ഇവരുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ബന്ധം ഉണ്ടാക്കി ഇയാൾ പല ബിസിനസ്സുകൾ ചെയ്തൊരു ഫിനാൻസിയർ. അപ്പോൾ ഒരു ഫിനാൻസറായിട്ട് ന്യൂയോർക്കിൽ ഒരു സമ്പന്നനായിട്ട് മാറിയപ്പോൾ അയാളുടെ ബന്ധങ്ങൾക്ക് വളരെയധികം ആക്കമുണ്ടായി, വളരെ സ്വാധീനം ഉണ്ടായ ആളായിട്ട് മാറി. പിന്നീട് ആ സമയത്ത് ന്യൂയോർക്കിലുണ്ടായിരുന്ന ഒരു ബിസിനസ്സുകാരാണ് ട്രംപിന് എത്രയോ ബിസിനസ്സുകാരുടെ ബന്ധമുണ്ട് അല്ലേ. ഇപ്പൊ നമുക്കിപ്പോൾ ഒരാളുമായിട്ട് ബന്ധമുണ്ടായി, അനേക വർഷം കഴിഞ്ഞ് അയാളോരോ ക്രിമിനൽ ആക്ടിവിറ്റി പെടുന്നു, പിന്നെ അതിനൊരു തികത്തത്തിൽ അകപ്പെടുന്നു. അപ്പൊ നമുക്ക് ആ ബന്ധത്തിന്റെ പേരിലാണ് കൂട്ടുപണിയാകുന്നത് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ട്രംപിന് മാത്രമല്ല, അന്ന് ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന ധാരാളം എന്താ പറയുക ഇന്ത്യൻ ആളുകളുമായിട്ടൊക്കെ ഇയാൾക്ക് ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധത്തിന്റെ പേരിലാണ് ഈ ആളുകൾ പൊതുവിനെ സംശയിക്കുന്നത് ട്രംപിന് എന്തുമാത്രം ഇതിനകത്ത് ബന്ധമുണ്ട്. ട്രംപിനെതിരെ ഇതുവരെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല. ആരും ട്രംപിനെതിരെ പ്രിൻസ് ആൻഡ്രൂവിനെതിരെ ആരോപണം ഉണ്ടായി. ഒരു സ്ത്രീ പിന്നെ കോൺഗ്രസ് വരെ വന്ന് മൊഴി നൽകി. അതുകൊണ്ടില്ലേ പ്രിൻസ് ആൻഡ്രൂവിന്റെ രാജീയ പദവി തന്നെ എടുത്തു കളഞ്ഞില്ലേ. ഇവരെ എടുത്ത് കളഞ്ഞു. അവസാനം പിന്നെ ചാർട്ട് എടുത്ത് കളഞ്ഞു. കംപ്ലീറ്റ് ചെയ്ത അത് തന്നെ മാറ്റി. അപ്പൊ അതൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട് അല്ലെ. അപ്പൊ ട്രംപിനെതിരെ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല. ഒരാളും ട്രംപിനെതിരെ ഇന്ന് വരെ ഇയാൾ ഐലൻഡിൽ പോയതായിട്ടോ ഐലൻഡിൽ വെച്ച് ട്രംപ് ഇങ്ങനെ പിടിപ്പിച്ചതായിട്ടോ ഒരു ആരോപണം. ഇതൊക്കെ ഒരു പുകമറ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ. അതുകൊണ്ട് ട്രംപിന് ഒളിക്കാനൊന്നുമില്ല. അതുമായിട്ട് ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്. 15 വർഷം മുമ്പ് ഇയാൾ ഈ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന ഒരാളാണെന്ന് ട്രംപിന് ബോധ്യമായപ്പോൾ ട്രംപ് ഇയാളോട്ടുള്ള എല്ലാ ബന്ധവും ഉപയോഗിച്ചിട്ട് ട്രംപ് തന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ അതൊക്കെയാണ് ട്രംപിന്റെ ഇതിനകത്തുള്ള ഒരു നിലപാട്. അണ്ടർസ്റ്റാൻഡ്. ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരു ബിസിനസ്സുകാരനല്ല അയാൾ. കാരണം അയാളുടെ വേ ഓഫ് ബിസിനസ്സും ലോബിങ് ഒക്കെ ഉണ്ടാക്കിയത് ഈ കൊച്ചു പെൺകുട്ടികളെ ഇങ്ങനെ ബീച്ചിൽ കൊണ്ടുപോകാൻ, സ്വന്തമായിട്ട് എയർക്രാഫ്റ്റിനകത്ത് വെച്ചുള്ള ഫാൻറ്റസി സെക്സുകളൊക്കെ ഇഷ്ടംപോലെ കഥകളുണ്ട്. അങ്ങനെ ഒരു ബിസിനസ് ഇയാളുടെ ബിസിനസ് വ്യത്യസ്തമായ രീതിയിലാണ്. അതിപ്പോ ഇയാൾ ഉപയോഗിച്ച് ഒരു ക്രിമിനൽ കമ്പനി എങ്ങനെ നടത്താമെന്ന് ലോകം തെളിയിച്ച ഒരാളാണ് ജെഫ്രി എപ്സ്റ്റീൻ. മാത്രമല്ല, അയാൾ ഈ
ലൈംഗികതയുടെ മറവിൽ ഉന്നതന്മാരെ എങ്ങനെ കെണിയിൽ വീഴ്ത്താം അതും ആരും തെളിയിച്ചു കൊടുത്തു. ആ കെണി വീണ അനേകം ഉന്നതന്മാരുണ്ട്, അമേരിക്കൻ മുൻ പ്രസിഡന്റുമാരുണ്ട്, ഡോക്യുമെന്റിന്റെ പേര് പറയുന്നുണ്ട്. ആ പേര് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ സുപ്രീം കോടതി ജഡ്ജിമാർ വരെയുള്ള ഉന്നത ന്യായാധിപന്മാരുണ്ട്, പിന്നെ വലിയ സെലിബ്രിറ്റികളുണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ അയാളുടെ ലിസ്റ്റിനകത്തുണ്ടെന്നാണ് പൊതുവെ ഇതുവരെ കിട്ടിയ ഓരോ അനുസരിച്ച് പലരുമുണ്ട്. അത് മാത്രമല്ല ഇതൊരു ഈ ഡെമോക്രാറ്റിക് പാർട്ടിക്കാർ ഇത് വളരെയധികം ആവേശഭരിതമായിട്ടാണ് ഇപ്പൊ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത്. പക്ഷേ 4 കൊല്ലം ഇവർ ഭരിച്ചപ്പോ ഈ ഫയലെല്ലാം അവരുടേതായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം കമലാ ഹാരിസ് പഴയ വൈസ് പ്രസിഡന്റ് പറഞ്ഞു ട്രംപ് പെട്ടെന്ന് ഇത് റിലീസ് ചെയ്യണം, എന്തൊക്കെയോ ഇതിനകത്ത് നിഗൂഢതയുണ്ട്. പക്ഷേ ഇവരുടെ 4 വർഷം ഈ ഫയലല്ലായിരുന്നു, ഒരു പേജ് പോലും ഇവര് റിലീസ് ചെയ്തു. അതിലോട്ട് ഞാൻ പോകും. അതിലോട്ട് വരുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ 4 വർഷം ജോ ബൈഡൻ ഭരണത്തിലിരുന്ന സമയത്തും അതിനു മുമ്പേ, കാരണം അതിനു മുമ്പാണ് ഈ പറയുന്ന ജെഫ്രി എപ്സ്റ്റീൻ മരിച്ചു പോകുന്നത്. കാരണം ജയിലിൽ വെച്ചാണ് ഇദ്ദേഹം മരിക്കുന്നത്. അപ്പോഴേ ഈ എന്തുകൊണ്ടാണ് ഈ ഇത്രമാത്രം പ്രശ്നമുണ്ടാക്കുന്ന ഇവരെ, അതായത് ഡെമോക്രാറ്റ്സ് ട്രംപിനെതിരെ അയാൾക്കെതിരെ കേസെടുക്കുന്നു, ക്യാപിറ്റൽ ഹില്ലും ആ ഇഷ്യൂ ഉണ്ടാക്കുന്നു, ഇലക്ഷന് മത്സരിപ്പിക്കാതിരിക്കാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഇതൊക്കെ അവർ ചെയ്തു. ഓക്കെ, ഇഷ്ടംപോലെ കേസുകൾ അമേരിക്കയുടെ എല്ലാ ഭാഗത്തും ഏകദേശം 2000-3000 കേസുകളൊക്കെയാണ് വന്നേ. ട്രംപ് തന്നെ പറയും ഇത്രയും കേസുള്ള ഒരാള് അമേരിക്കയുടെ ചരിത്രത്തിൽ ആരും ഉണ്ടായിരിക്കത്തില്ല. അതിന്റെ ചോദ്യം സ്റ്റാലിനി, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഡെമോക്രാറ്റ്സ് ഈ 4 വർഷം ഭരിച്ചിട്ടും ട്രംപ് ആയിരിക്കും അവരുടെ ഒപ്പോസിഷൻ ലീഡർ, അതായത് പ്രസിഡന്റ് കാൻഡിഡേറ്റ് എന്ന് കണ്ടിട്ടും ഏറ്റവും മോശമായ രീതിയിൽ ട്രംപ് ഡെമോക്രാറ്റ്സിനെ അറ്റാക്ക് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അവർ ഈ ഫയൽ റിലീസ് ചെയ്യാറ്? എന്റെ ചോദ്യം. അവർ ഫയൽ നോക്കിയപ്പം ട്രംപിനെ പിന്നെ മാരകമായിട്ട് പരിക്കേൽപ്പിക്കുക ഒന്നും അതിനകത്തില്ല. അത് മാത്രമല്ല, അവരുടെ ഡൊണേറ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുൻ പ്രസിഡന്റുമാര് അവരെ സാമ്പത്തികമായിട്ട് സഹായിച്ച് വൻകിട പിന്നെ ഡൊണേറ്റ് എല്ലാം തന്നെ ഈ ലിസ്റ്റിനകത്തുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രകടമായിരിക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിക്കാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ 4 വർഷം അവർ റിലീസ് ചെയ്യാതിരുന്നത്. ഇപ്പോൾ ആവശ്യം ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ്. കാരണം ട്രംപിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം പൊക്കിക്കൊണ്ട് വന്ന അടുത്ത ഇടക്കാല തെരഞ്ഞെടുപ്പിൽ, അടുത്ത വർഷം തെരഞ്ഞെടുപ്പിൽ കുറെ സെനറ്റ് സീറ്റോ കോൺഗ്രസ് സീറ്റോ അടിച്ചെടുക്കാമെന്നാണ് ഇവരുടെ മോഹം. അപ്പൊ അതിനുവേണ്ടി ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്തൊരു ഷട്ട് ഡൗൺ ഉണ്ടായത്, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഷട്ട് ഡൗൺ ഒഴിവാക്കിയത്. അപ്പൊ ഇലക്ഷൻ വരെ അതിന്റെ ഷട്ട് ഡൗണിന്റെ തീവ്രത കാരണം അറിയാം, ഇതെല്ലാം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കളിക്കുന്ന നാടാനുള്ള. കാരണം ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ആദർശമില്ല. ഇത് അമേരിക്ക കണ്ട ഏറ്റവും അധപ്പതിച്ച ഒരു രാഷ്ട്രീയ വേട്ടയാടലായിരുന്നു കഴിഞ്ഞ 4 വർഷം ഈ ട്രംപിനെതിരെ ഉണ്ടായത്, അല്ലെ? അപ്പോ ഇതന്നെ രാഷ്ട്രീയ വേട്ടയുടെ ഭാഗമാണ്. അതുകൊണ്ട് ട്രംപിനെതിരെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ NBA ഉപയോഗിച്ചു, ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ചു, കളക്ടർ ആ മനുഷ്യയെ തകർക്കാനും ഒതുക്കാനും ഈ അമേരിക്കയ്ക്ക് അടുത്തുള്ള ഒരു പ്രസിഡന്റിനെതിരെ ഇന്ന് വരെ ഇത്രമാത്രം ആക്രമണം ഉണ്ടായിട്ടില്ല. എന്നിട്ട് അയാൾ അതിന്റെ അതിജീവിച്ചാൽ വീണ്ടും പ്രസിഡന്റ് ആകും. അപ്പൊ ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ്ടാണ്. പക്ഷേ ഈ കുടസ്റ്റീൻ ഇവര് പറഞ്ഞു വിട്ടിരിക്കുന്ന കോതം എങ്ങനെയാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്കെതിരെ ആഞ്ഞടിക്കുക എന്നുള്ളത് വരാനുള്ള ദിവസങ്ങളിൽ അമേരിക്കൻ ജനത കാണാൻ പോവാൻ. ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഇപ്പം വന്ന് സൈൻ ചെയ്തു 30 ദിവസത്തിനകം ഈ രേഖകൾ തന്നെ ഓൺലൈനിൽ നമുക്ക് വായിക്കാൻ പറ്റും. ലോകത്തുള്ള ആർക്കും വായിക്കാം. അതാണ് സംഭവിക്കാൻ പോകും. അല്ല, അപ്പൊ അതിൻ്റെ ഞാൻ വേറെ ചോദ്യത്തിലോട്ട് വരുന്നത്, അതായത് ട്രംപിനെ അറിയാൻ സാധിക്കുന്ന, ട്രംപിനെ നിശിതമായി വിമർശിച്ച പല ജേർണലിസ്റ്റുകൾ, അതായത് ഡെമോക്രാറ്റ്സിന് അനുകൂലമായിട്ട് നിൽക്കുന്ന അമേരിക്കൻ ബുദ്ധിജീവികൾ വരെ, അതേപോലെ അമേരിക്കൻ സീനിയർ സുപ്രീം കോടതി ജഡ്ജസ്, അവിടുത്തെ സീനിയർ ആയിട്ടുള്ള അറ്റോർണീസ്, ഇവരൊക്കെ ഉണ്ടെന്നായി പറയുന്നത്. ഉണ്ട് മാറ്റി. കാരണം കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിന് വോട്ട് അട്ടിമറിയുടെ പേരിൽ ട്രംപ് പിന്നെ ക്യാമ്പയിൻ ധാരാളം പരാതികൾ കൊടുത്തിരുന്നു പല കോടതികളിൽ. അത് ഡെമോക്രാറ്റിക് കോടതികളൊക്കെ തന്നെ അതിനെ തന്നെ കിടന്നു. കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള വിവരണത്തിന്റെ പേരിലാണ്. പക്ഷേ സുപ്രീം കോടതിയിൽ ഈ പരാതികൾ ഒന്നും തന്നെ എടുത്തില്ല. ഒരൊറ്റ പരാതി ഒരു സുപ്രീം കോടതി കേൾക്കാൻ പോലും തയ്യാറായില്ല. കാരണം ആ സമയത്ത് ഈ സുപ്രീം കോടതിയുടെ ഏറ്റവും നമ്പർ 1 ജസ്റ്റിസ് 4 തവണ ഈ ഐഡന്റി പോയിട്ടുണ്ട്, ജസ്റ്റിസ് ഐഡന്റി പോയിട്ടുണ്ടെന്നുള്ള വിവരം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കയ്യിൽ അതിന്റെ വീഡിയോ ഫുട്ടേജ് ഉണ്ട്. അപ്പൊ ഇത് വെച്ച് അവര് ബ്ലാക്ക്മെയിൽ ചെയ്തു ജസ്റ്റിസിനെ. നിങ്ങൾ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അയക്കാൻ മുഴുവൻ നിങ്ങൾ ജയിലിൽ കൊണ്ടുവരും. കാരണം 4 വട്ടം പോയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് ആ കേസുകൾ പോലും സുപ്രീം കോടതി കേൾക്കാത്തതുകൊണ്ടും അത്രയും പവർഫുൾ ആണ് ഈ കേസ്. മനസ്സിലായി, അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ചലനങ്ങളും കുഴവക്കങ്ങളും ഉണ്ടാക്കാൻ പ്രാപ്തിയുള്ള വലിയൊരു കേസാണ് നമ്മളിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്.
ഈ അടുത്ത ദിവസങ്ങളിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് കണ്ടറിയാം. അപ്പൊ ഇതിനകത്ത് കൂടുതൽ ഡെമോക്രാറ്റ്സും അവരെ പിന്തുണയ്ക്കുന്ന ലോബിയിസ്റ്റും അതേപോലെ അമേരിക്കയിലെ ചില സെലിബ്രിറ്റികളും അതേപോലെ തന്നെ ആ, അമേരിക്കൻ ബിസിനസ്മാനൊക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവത്തില്ലേ? തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളിപ്പോ ഇത് ഈ പിന്നെ ഇപ്പൊ ഈ റിലീസ് ചെയ്യപ്പെടുന്ന പുറത്താകുന്ന ഈ രേഖകൾ, അതായത് അതിനകത്ത് മൊഴികളുണ്ട്, അതായത് കോടതിയും രഹസ്യമായിട്ട് കൊടുത്ത വിക്ടിംസിന്റെ മൊഴികളുണ്ട്, അന്വേഷണ റിപ്പോർട്ടുകളുണ്ട്, ഈ ജെഫ്രി എപ്സ്റ്റീനുമായിട്ടും അയാളുടെ സഹായിയായിട്ടുള്ള ഗിസ്പൽ മാക്സ്വെലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ അനേകായിരം പേജുണ്ട്. കുറെ സമയമെടുക്കുക വായിച്ചു എടുക്കാൻ, ദിവസം എടുക്കേണ്ടി. അപ്പോൾ ഇതെല്ലാം തന്നെ വായിച്ചു കഴിയുമ്പോൾ എന്താണ് നടന്നെന്നുള്ള കാര്യം ലോകം മുഴുവൻ പൊതുജന നിങ്ങൾക്ക് ബോധ്യമുണ്ടാകാൻ പോവാം. പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ ഇതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമായിട്ട് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ അത് മാത്രമല്ല, ഇതിനകത്ത് ഉൾപ്പെട്ട ആളുകളുടെയൊക്കെ തന്നെ സ്ഥാനം തെറിക്കും. ഇപ്പൊ അതിൽ പലരും പെൻസന്മാരുണ്ട്, ന്യായാധിപന്മാരോട് ഇപ്പോഴും വരുന്നവരുണ്ട്, വളരെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുണ്ട്. ഇവരെയൊക്കെ സ്ഥാനം ചലനം ഉണ്ടാകും. അപ്പൊ അത് വളരെയധികം രാഷ്ട്രീയ ഗോളങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഫയലിനകത്ത് ഏറ്റവും എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സംഭവം എന്താണ് ധാരണ സ്റ്റാൻലിയുടെ? അതായത് ഇതിനകത്തും അണ്ടറേജ് ഇതിപ്പോ അമേരിക്ക വർഷങ്ങളായിട്ട് ഒരു വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, വലിയ മാഫിയാണിത്. കാരണം ഈ കടന്നു കയറുന്ന ആൾക്കാരുണ്ടല്ലോ ഇലീഗലായിട്ട് ബോർഡർ വഴി, ഈ ബോർഡർ വഴി കടന്നു കയറുന്ന ആളുകളിൽ ധാരാളം കുട്ടികളുണ്ട്, ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. ആ കുട്ടികൾ കുട്ടികൾക്ക് ആളാകാണ് കുറെ കഴിയുമ്പോഴത്തേക്ക് സ്പോൺസർമാരുണ്ട് ഇവിടെ. ഇവരെ കൊണ്ടുവരാൻ വേണ്ടി സ്പോൺസർമാർ അമേരിക്കനുണ്ട്. അതേക്കുറിച്ച് വലിയൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്, സൗണ്ട് ഓഫ് ഫ്രീഡം എന്നുള്ള മൂവി എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമായ മൂവി ഇറങ്ങി 2 വർഷം വർഷം. ഇതിനെക്കുറിച്ച് മാത്രമാണ് മൂവി, വലിയ വിവരമുള്ള മൂവിയാണ്. അതിനകത്ത് ഇപ്പൊ തന്നെ കഴിഞ്ഞ 4 വർഷം ബൈഡന്റെ ഭരണകാലത്ത് ഈ അതിർത്തി കയറി വന്ന ആളുകളിൽ 3 ലക്ഷം പിള്ളേരെ കാണാനില്ല. ഇപ്പൊ 3 ലക്ഷം പിള്ളേരെ കാണാനില്ല, ആ കുട്ടികളെ കാണാനില്ല. അവരെ എവിടെ പോയി? അവരെ ഇത് പലരും സെക്സ് സ്ലേവായിട്ട് പോയിട്ടുണ്ട്, ലേബർ സ്ലേവായിട്ട് പോയിട്ടുണ്ട്. ഇവരെ എല്ലാം തന്നെ കാണാനില്ല, FBI നോക്കിയിട്ട് കാണുന്നില്ല. 1 ലക്ഷം ഇവരെ അൺഅക്കൗണ്ടബിൾ ആണ്. ഗവൺമെന്റ് റഡാറിൽ നിന്ന് ഇവർ അപ്രന്റിസ്റ്റായി ഒരു സമയത്ത്. 3 ലക്ഷം പിള്ളേരാണ് കുറഞ്ഞത്. അപ്പൊ ഈ പിള്ളേർ എവിടെയാണ് പോകുന്നത്? അതുപോലെ ജെഫ്രി എപ്സ്റ്റീന്റെ ഐലൻഡിലേക്ക് ഡസൻ കണക്കിന് പെമ്പിൾസാർ വന്നത് ഈ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലാണ്. ഇവർ വരുന്നു, ഇങ്ങനെയുള്ള ആളുകളാണ് ഇയാൾ ഈ ഐലൻഡിൽ പാർപ്പിക്കുന്നതും ഈ പ്രൈവറ്റ് ജെറ്റുകളിൽ ഇങ്ങനെയുള്ള ഈ ലൈംഗികതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെ. അത് ഭയങ്കര ഒരു ഇത് മനുഷ്യാവായിട്ട് ഇരിക്കാനാണ്. കാരണം ഇത് വെറും ഒരു സാധാരണ കേസല്ലല്ലോ. ഞാൻ ഒരു കാര്യം പറയാം, അത് ഞാൻ കാര്യം ചോദിക്കട്ടെ സ്റ്റാൻലിയോട്. അമേരിക്കയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് ആൾക്കാരെ ഞാൻ അവിടെ പല ആവർത്തി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ സെക്ഷൽ ദാരിദ്ര്യമില്ലാത്തൊരു രാജ്യമാണ് കമ്പാരിറ്റീവ്ലി. കാരണം അവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, എല്ലായിടത്തും എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ഇത്രയും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവർക്ക്, കാരണം അത് ആൾക്കാർ മൈൻഡ് ചെയ്യാത്ത സംഭവമാണ്. അവരെന്തിനിത് അത്രയും ഉന്നത സ്ഥാനത്തിൽ ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ആളെ ടാപ്പ് ചെയ്തതാണോ? ഇതെന്താ ഇതിന്റെ ബേസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ഇതിപ്പോ ഇവിടെ ധാരാളം പ്രോസ്റ്റിറ്റ്യൂഷൻ റിങ്സ് ഉണ്ട് അമേരിക്കയിൽ. അതായി പറയുന്നത് ഈ സെക്സ് അവൈലബിൾ എന്ന് പറയുമ്പോൾ ഈ സെക്സ് അമേരിക്കയിൽ അവൈലബിൾ ആണ് എല്ലാവർക്കും തന്നെ അങ്ങനെ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ മൈനേഴ്സ് ആണ്. അതെങ്ങനെ അവൈലബിൾ ആണോ? പിന്നെ പ്രായപൂർത്തിയാത്ത പെൺകുട്ടികളുമായിട്ടുള്ള സെക്സിൽ അതിനകത്ത് ആനന്ദം കണ്ടെത്തുന്ന മനോവൈകൃതമുള്ള ധാരാളം ഉന്നതന്മാരുണ്ട്. ഇത് മനസ്സിലാക്കണത്. കാരണം അവർക്ക് വെറുതെ വേണം. അപ്പൊ അത് അമേരിക്കൻ എന്താ സുലഭമായിട്ട് കിടത്തില്ലല്ലോ. ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര സ്ഥാപനങ്ങളൊന്നും തന്നെ മൈനേഴ്സ് ഇല്ലല്ലോ. മൈനേഴ്സ് അത് ഉന്നത ഇലീഗലാണ്, ഭയങ്കര കുറ്റമാണ്. ഒരു മൈനറെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ അതിങ്ങനകത്ത് ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ അവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ലൈംഗിക പിന്നെ ഉണ്ടെന്ന് പറയുന്നത് വലിയ വ്യക്തമായ കുറ്റമാണ്. അപ്പോൾ അതിനു വേണ്ടി ഇതിനകത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഇയാൾക്കറിയാം ജെഫ്രി എപ്സ്റ്റീൻ ഒരു മാത്ത് ടീച്ചറാണ്, അയാൾക്ക് കണക്കൂട്ടാൻ അറിയാം, കണക്കൂട്ടാൻ പഠിക്കാനാണ്. അപ്പൊ അയാൾ സമൂഹത്തെ മുഴുവൻ അസസ് ചെയ്ത് എങ്ങനെയുള്ള ആൾക്കാരാണ് സമൂഹത്തിൽ ഉള്ള ഉന്നത ആളുകൾക്കത്തിന് മനസ്സിലാക്കി. അപ്പൊ ആ ഒരു അവൈലബിലിറ്റി ജെഫ്രി എന്ന് പറയുന്നത് ഇങ്ങനെ കടന്നു വരുന്ന കുട്ടികളാണ്. അപ്പൊ കുട്ടികളുമായിട്ട് ഇതൊരു ഇപ്പൊ അമേരിക്ക വളർന്നു വരുന്ന ഒരു വലിയ ഒരു ശ്രവണതയാണ്. പിന്നെ അനേഷമായി ഇതേപോലെ തന്നെ മറ്റൊന്ന് പറയുന്നുണ്ട്, ഈ ജെഫ്രി എപ്സ്റ്റീനും ട്രംപുമായിട്ട് ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു റിയൽ എസ്റ്റേറ്റിൽ. ട്രംപിന്റെ ചില പ്രോജക്ട്സിനകത്ത് ഫിനാൻസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇത് സത്യമാണ്. മാത്യു, അത് 90കളിലാണ്.
90കളിൽ പിന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് പിന്നെ ബ്രോക്കർ മാത്രമല്ല, ട്രംപ് ഒരു വലിയ ഇൻവെസ്റ്റർ. ഇപ്പം ന്യൂയോർക്കിലെ വലിയ ഹൈറേസ് ബിൽഡിംഗ് തന്നെ പലതും അദ്ദേഹം നിർമ്മിക്കുക, അദ്ദേഹം ബിൽഡ് ചെയ്ത. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എപ്പോഴും ബിസിനസ്സുകാരുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും. ഒരു ബിസിനസ്സുകാരൻ ആരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റാതെ പോകും, എല്ലാവരുമായിട്ട് അപ്പം അതുകൊണ്ട് 25 വർഷമാകുമ്പോൾ 30 വർഷമാകുമ്പോൾ ഒരു ബിസിനസ്സുകാരുമായിട്ട് ബന്ധം ഉണ്ടാക്കിയെന്ന് വരി 10 വർഷമാകുമ്പോൾ പ്രസിഡന്റായ ട്രംപ് അയാൾ ചെയ്ത എല്ലാ പ്രവൃത്തികളിലും കൂട്ടുപ്രതിയാണെന്നോ അതിന്റെ പങ്കാളിയാണെന്നോ പറയാൻ ധാർമ്മികം അല്ല, നമുക്കതൊരു കോമൺ സെൻസിനകത്തെ അത് കാര്യമില്ല. കാരണം ഒരാൾ കുറ്റവാളിയാകുന്ന എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സാധാരണക്കാരനായിട്ട് സമൂഹത്തിലുണ്ടായ ഒരാൾ കുറെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനോവൈകൃതം ഉണ്ടാകുന്നു, അയാൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി അയാൾ ചില മാർഗങ്ങൾ സ്വീകരിക്കുന്നു, അതിന് സമ്പത്ത് അതിനെ ഉപയോഗിക്കുന്നു, അല്ലേ? അപ്പോൾ അത് മാത്രമല്ല, ട്രംപിന്റെ തന്നെ പ്രസ്താവനയുണ്ട്. അതാണ് നിങ്ങൾക്ക് പുള്ളി പറഞ്ഞ് ഇയാളിലുള്ള ഈ വൈകൃതങ്ങൾ മനസ്സിലാക്കി ഇയാളൊരു ക്രിമിനലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാളോട്ടുള്ള ബന്ധം ഉപയോഗിച്ചെന്നാണ് ട്രംപ്. അത് കഴിഞ്ഞ പിന്നെ ട്രംപ് അയാളോട് ഒരു ബന്ധം ഉണ്ടാക്കില്ല. അതിനെ ട്രംപിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയല്ലോ. അല്ല, ഒരു കാര്യം എനിക്കറിയാം. കാരണം ട്രംപിന്റെ ലാസ് വെഗാസിലുള്ള ഹോട്ടലില് ഞാൻ ആ ഹോട്ടലിൽ പോയിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന ചൂടുകളിയൊന്നുമില്ല. അവിടെ മാത്രം ഈ കാസിനോസ് ഇല്ല, ബാക്കിയുള്ള എല്ലാ ഹോട്ടലിലും ഉണ്ട്. അല്ല, ഈ പുള്ളി ഭയങ്കര അറ്റാൻ്റെ സിറ്റിയിൽ തന്നെ പുള്ളിക്ക് അനേക കസിനോ ഉണ്ട്. അമേരിക്കൻ്റെ വലിയ കസിനോ ഓണറായിരുന്നല്ലോ. പക്ഷെ പുള്ളി അതൊക്കെ പലതും പുള്ളി ഉപേക്ഷിക്കേണ്ടി വരും. എന്തോ ആ മനുഷ്യനൊരു ധാർമ്മികതമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ആ മനുഷ്യൻ്റെ. അതുകൊണ്ടാണ് പുള്ളി അതിനെ മദ്യപിക്കത്തില്ലല്ലോ. ഒരിക്കലും മദ്യപിക്കാത്ത ഒരു പ്രസിഡന്റ് ബന്ധമേ ഉള്ളൂ. അല്ല, കാരണം ബിയർ പോലും കഴിച്ചിട്ട് എന്നാ പറയുന്നത്. ഒരിക്കലും മദ്യം കഴിക്കത്തില്ല. കാരണം മദ്യത്തെ അത്രമാത്രം അയാൾ വെറുക്കുന്ന ആളാണ്. കാരണം അത് അയാളുടെ മക്കളെ പോലും പഠിപ്പിച്ചിട്ടുണ്ട്. മദ്യം ഉപയോഗിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, ചാറ്റ് പാടില്ല. അങ്ങനെയാണ് പിള്ളേരെയൊക്കെ പ്രവർത്തിക്കുന്നത്. ആ പിള്ളേർ അതനുസരിച്ച് ഭയങ്കര ഗ്രഹിച്ചുകയാണ് പുള്ളിയുടെ മക്കൾ. അല്ലാതെ ലാപ്ടോപ്പുമായിട്ട് നടന്ന് മയക്കുമരുന്നും മാഫിയമായിട്ട് നടന്ന പിള്ളേരൊന്നും അല്ല തമ്മിൻ്റെ മക്കൾ. അപ്പോൾ അത്രമാത്രം ഞാൻ പമ്മയെ കുറിച്ച് ഇടയ്ക്ക് തൂക്കിപ്പറ്റേ ഉള്ള. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനത് വേറെ കാര്യം ചോദിക്കുന്നത്, ഈ ട്രംപിന്റെ അല്ല, ഈ അമേരിക്കയിൽ ഈ മൈനർ സംഭവം, അതായത് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത് വലിയ കുറ്റവാദം. അത് വളരെ ഗുരുതരമായ കുറ്റമാണ്. കാരണം മൈനേഴ്സുമായിട്ട് ലൈംഗികത ഏർപ്പെടുന്നതോ ലൈംഗിക ചുവയുള്ള സംസാരം നടത്തുന്നതോ ഹരാസ് ചെയ്യുന്നതോ ഒക്കെ തന്നെ ഇവിടെ സീരിയസായ കുറ്റമാണ്. അതിന് ഒരു വട്ടം ജീവനെന്നല്ല, അനേക ജീവനെന്ന് വരെ ചിലപ്പോൾ തടവിലാക്കും. ഇതിനകത്ത് പെട്ടവർക്ക് ഇതിനകത്ത് പുറത്ത് വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും പെട്ടുപോകില്ല. പെട്ടുപോകും. പക്ഷെ അതിനകത്ത് ഒരു സൗകര്യം അവർക്ക് കിട്ടുന്നത് ഈ ചന്തമില്ലാത്തവരാണ് ഇവർക്ക് പലത് പലരും. കാരണം ഇതിനകത്ത് ഇപ്പൊ ഈ കോൺഗ്രസിലൊക്കെ വന്ന് അല്ലെങ്കിൽ കോടതി വന്ന് മൊഴി നൽകിയവരൊക്കെ അമേരിക്കക്കാരായിട്ടുള്ള അന്ന് ടീനേജറായിരുന്ന ആളുകളാണ്. പക്ഷെ ഈ സൗത്ത് അമേരിക്കയിൽ കടന്നു വന്നിരിക്കുന്ന ഈ കുടിയേറ്റക്കാർക്ക് അവർക്ക് രേഖകളില്ല, പാസ്പോർട്ടില്ല, സോഷ്യൽ സെക്യൂരിറ്റി കാർഡില്ല. ഇത്തരം ആൾക്കാർ എവിടെയാണ് മൊഴി പറയാൻ പോകുന്നത്? അവരെന്നെ ഇരകളാക്കപ്പെട്ടു. ആ ഇരകളാക്കപ്പെട്ടവർക്ക് ശബ്ദമില്ല. അതുകൊണ്ടാണ് രക്ഷപ്പെടാൻ വന്ന് കുറെ ആളുകൾ. ഇതിനെ തെളിവ് വേണ്ടേ, മൊഴി വേണ്ടായി. തങ്ങളെ പീഡിപ്പിച്ചു എന്ന് ഒരു കോടതിയിൽ വന്ന് അവർ മൊഴിയാറുണ്ടായി ഇവരൊക്കെ. പക്ഷെ തെളിവുകൾ ഉള്ളിടത്തോളം കാലം തെളിവുകൾ ആർക്കെതിരായിട്ടുണ്ടോ അത് തെളിയിക്കപ്പെട്ടാൽ ഇവരെല്ലാം തന്നെ അനേകം ഒക്കെ അഴിയുണ്ട്. ഒരു പക്ഷേ ഈ പലരും പ്രായമുള്ളവരാണ്. ജീവിതകാലം മുഴുവൻ അവർ ജയിലിൽ കഴിയും. അല്ല, അവരുടെ പബ്ലിക് ലൈഫ് ഇമേജ് കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോകത്തില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോ ഒരു ദേശീയ തലത്തിലോ അല്ലെ അന്തർദേശീയ തലത്തിലോ അറിയപ്പെടുന്ന ഭയങ്കര ക്ലാമറുള്ള ആൾക്കാരൊക്കെ ഒരു ദിവസം പെട്ടെന്ന് ഈ കേസിൽ പെട്ടുപോകുക എന്ന് പറഞ്ഞാൽ അതോ അനേകര് പെട്ടുപോകുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കൊള്ളകളല്ലേ. ഇതിനകത്ത് എത്രയോളം പേര് പ്രധാനപ്പെട്ട ആൾക്കാർ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്? ബാക്കി പറയാൻ പറ്റില്ല. ആയിരക്കണക്കിന് പേരുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പൊ 20 വർഷമാണ് അതിനകത്ത് ഇറങ്ങി നടത്തി. 20 വർഷത്തോളം 2 പതിറ്റാണ്ടോളം ഇയാളൊരു ഐലൻഡ് വാങ്ങിക്കുക, പ്രൈവറ്റ് ഐലൻഡ് വാങ്ങിച്ചു. വെർജിൻ ഐലൻഡ്, വെർജിൻ ഐലൻഡ് കുറെ ദ്വീപുകളുണ്ട്. അതിനകത്ത് 72 ഏക്കറുള്ള ഒരു ഐലൻഡ് ഇയാൾ വാങ്ങിച്ചു. ഇയാൾ ഭയങ്കര മാൻഷനൊക്കെ പണിഞ്ഞ് അതിന് പ്രൈവറ്റ് ജെറ്റുകള്, പിന്നെ ഉല്ലാസ ബോട്ടുകള് ഒക്കെ ഭയങ്കര സെറ്റപ്പാണ്. അപ്പൊ ഇയാളിത് വലിയൊരു സാമ്രാജ്യമാക്കി. ഇതിനകത്ത് കയറാനും പോകാനും ഒക്കെ ആളുകൾക്ക് ക്യൂ നിന്നു. അതിനകത്ത് മുൻ പ്രസിഡന്റ് വരെയുണ്ട്, അമേരിക്കൻ മുൻ പ്രസിഡന്റ് വരെ ഉണ്ട്. 22 വോട്ടുണ്ടത് മുൻ പ്രസിഡന്റ്. പല റിപ്പബ്ലിക്കൻ അല്ല. അവിടൊക്കെയാണ് ഇപ്പൊ പ്രശ്നം വരാൻ പോകുന്നത്. അപ്പൊ ഈ ഗോവത്തെ തുറന്നു വിടപ്പോൾ പലർക്കും അറിയില്ല അതിന്റെ അപകടം എന്താണ്. എന്തുകൊണ്ട് 4 വർഷത്തോളം വിടാതിരുന്നു, ഇപ്പൊ തുറന്നു വിട്ടു. ഇത് ആരെയാണ് തിരിച്ചു അടിക്കുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട്
നമുക്കറിയില്ല 100 ആൾക്കാരുടെ പേരുണ്ടാകാം അല്ലേ? കാരണം ഇത് 20 വർഷത്തെ ഓപ്പറേഷൻ ഉണ്ട്. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചു നിർത്താം. നിങ്ങൾക്കറിയാം, സ്റ്റാൻഡിക്ക് അറിയാം, കേരളത്തിലെ ഇന്ത്യൻ മീഡിയ, കാരണം അമേരിക്കൻ ഇന്ത്യ ടാരിഫ് ഇഷ്യൂ ആണെങ്കിലും കേരളത്തിലെ പല മീഡിയയും ഇതിനെ ഏതാണ്ടൊക്കെ വലിയ രീതിയിലാണ് കാണിച്ചത്. അത് വരുന്നു, ഇത് വരുന്നു. ഫൈനലി കാരണം ട്രംപ് അത് സൈൻ ചെയ്തു, അത് പുറത്ത് വിടുവാൻ എന്ന് പറയാൻ അയാൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. അയാളുടെ പേര് അതിൻ്റെ തില്ല. അയാൾ അതിന് കാരണം അയാൾ അവിടെ പോയിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന രീതിയിൽ അയാൾക്ക് കോൺഫിഡൻസ് ഒന്നും എന്താ പോട്ടെ. ബേസിക്കലി ജനങ്ങളെ വിഡ്ഢികളാക്കുമല്ലേ പല മീഡിയയും ഇതിനകത്ത് കാര്യങ്ങൾ. ഞാൻ ഈ മീഡിയ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ ഈ പല മീഡിയകളും കാണിക്കുന്ന ഈ ശുദ്ധ വിവരക്കേട്, അവരുടെ ഭാവന തെറ്റുകളായിട്ടുള്ള ഈ പറയുന്ന പല സംഭവങ്ങളും എനിക്ക് വളരെ നമ്മളെ അതിശയിപ്പിക്കാൻ നമ്മളൊരു തകർന്നു തോന്നാറുണ്ട്. ഇപ്പൊ ഞാൻ CNN ഇതിന്റെയൊക്കെ ഏറ്റവും കൂടുതൽ CNN ഇതിന്റെ തന്നെ ഈ പറയുന്ന ഈ വ്യാജ ആരോപണങ്ങളുടെയും വ്യാജ വാർത്തകളുടെയൊക്കെ തലതൊട്ടപ്പൻ ലോകത്തിന് ഞാൻ ഒക്കെ CNN ഞാൻ എഴുതി അവരോട്, നിങ്ങളൊരു പുതിയ ജേർണലിസ്റ്റിക് ടാഗ് ആരംഭിച്ചിട്ടുണ്ടല്ലോ, ആന്റി ട്രംപ് ജേർണലിസ്റ്റ്, ഇതാണല്ലോ നിങ്ങൾ ആരംഭിച്ച പുതിയ ടാഗ്. അപ്പൊ അത് ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ തന്നെ CNN, ന്യൂയോർക്ക് ടൈംസിനെയാണ് ഫോളോ ചെയ്യുന്നത്, വാട്സിന്റെ പോസ്റ്റ്. പക്ഷേ ഇന്ത്യയുടെ മാധ്യമങ്ങളൊന്നും അറിയില്ല, ഇന്ത്യയുടെ അറിയത്തില്ല. ഇവിടെ എന്താണോ എഴുതുന്നത് അപ്പോഴത്തെ കവറേജ് തന്നെ ലിബറൽ മീഡിയത്താണ്. അപ്പൊ തന്നെ ട്രംപ് ഒരു ലിബറലായിരുന്നെങ്കിൽ ഇവര് ട്രംപിനെ വാഴ്ത്തി പാടിയത്. ഇയാൾ കൺസർവേറ്റീവ് ആണ്, ഇയാള് ഇപ്പൊ തന്നെ മീഡിയ ആക്കിയാണ് മീഡിയയിൽ വളരെ കർക്കട്ട മനോഭാവമാണ്. കാരണം ഇപ്പൊ തന്നെ BBC പുള്ളിക്ക് 16 മില്യൺ കൊടുത്തു. ഇപ്പൊ തന്നെ ABC 16 മില്യൺ കൊടുത്തു. BBC ഇപ്പം കൊടുക്കാൻ പോവാ എത്ര മില്യൺ നമുക്ക് കണ്ടറിയാം, ഒരു മില്യൺ അവിടെ ചോദിക്കും. അപ്പൊ ട്രംപ് പറഞ്ഞത് വാസ്തവമുണ്ട്. പല മീഡിയകളും എഡിറ്റ് ചെയ്യപ്പെട്ട വീഡിയോ മനഃപൂർവ്വമായി ട്രംപിനെ മോശക്കാരനാക്കാൻ വേണ്ടി, ട്രംപിനെ ഒരു ലോകത്ത് മോശക്കാരനാക്കാൻ വേണ്ടി ഇവർ മത്സരിക്കുക. ഇതിന്റെ വേണ്ടി അതിനകത്ത് ഭയങ്കര അക്കൗണ്ടബിളും ഉണ്ട്. ഇപ്പോഴത്തെ ഇതുവരെ ട്രംപിനെ അളക്കാനോ മനസ്സിലാക്കാനോ കഴിവില്ലാത്ത മീഡിയകളാണ് ഇത് കൂടുതലും ട്രംപിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത്. ട്രംപ് ഇതിനൊക്കെ അതീതനാണ്. ട്രംപിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഇവരല്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാം. കാരണം ട്രംപിനെ മനസ്സിലാക്കാൻ മറ്റൊരു വീഡിയോ ഞാൻ കേട്ടു, ട്രംപിനെ പഠിക്കാൻ കോഴ്സ് എടുക്കണം. കഴിഞ്ഞ ഒരു വീഡിയോ കേട്ടോ, ട്രംപിനോട് ഡീൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പല കോഴ്സ് പഠിക്കേണ്ടി വരും. ശരിയാണ്, ഇതേതെ പഠിക്കാൻ തന്നെ ഒരു കോഴ്സ് വേണ്ടി. കാരണം ഞാൻ ആ മമതാനിയുടെ മീറ്റിംഗ് കണ്ടു. അമേരിക്കയുടെ ചരിത്രം അതേപോലെ മമതാനെ വിളിച്ചിരുത്തിയിട്ട് നീ എന്നെ ഫാസിൽ വിളിച്ചോ കുഴപ്പമില്ല. അതാണ് ട്രംപിനെ ഡീൽ ചെയ്യാൻ കോഴ്സ് പഠിക്കണമെന്ന് പറയുന്നത്. ട്രംപ് മാത്രമല്ല, അതാണ് അമേരിക്കൻ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത്. കാരണം മംദാനി മത്സരിക്കുമ്പോൾ മംദാനിക്കെതിരെ ഏറ്റവും കൂടുതൽ ഇലക്ഷൻ അവൻ ട്രംപ് അല്ലെ, അയാളെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച് അയാൾ ജയിക്കുകയാണെങ്കിൽ പവർ കൊടുക്കില്ല എന്ന് വരെ പറഞ്ഞു. അത് രാഷ്ട്രീയമാണ്, ഇത് തെരഞ്ഞെടുപ്പാണ്. അവിടെ ട്രംപ് നയിച്ച ക്യാമ്പയിൻ ഒരു റിപ്പബ്ലിക്കൻ ലീഡറുടെ ക്യാമ്പയിനാണ്. പക്ഷെ മംദാനി ജനങ്ങൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അയാൾ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മേയറാണ്. അവർ പ്രസിഡന്റ് ഡീൽ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയക്കാരനല്ല, അമേരിക്കൻ പ്രസിഡന്റാണ്. ന്യൂയോർക്ക് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ്. ട്രംപിന്റെ ഹോം സ്റ്റേറ്റ്, ഹോം സിറ്റിയാണ്. അതിനോട് വൈകാരികമായിട്ട് ട്രംപിന് ഭയങ്കര എളുപ്പമുണ്ട്. ഇപ്പൊ ന്യൂയോർക്ക് സിറ്റി തകരാനോ അവിടെ ഇപ്പൊ മംദാനി വളരെ പിടിക്കാനാണ്. കാരണം അയാളുടെ ഓഫീസ് ട്രംപിനോട് ഒരു മീറ്റിങ്ങിന് ആവശ്യപ്പെട്ടു, ട്രംപ് വരാൻ പറഞ്ഞു. അവരൊരുമിച്ച് ഒരു സാധാരണ ഒരു സ്റ്റേറ്റ് ഗത്തിന് കൊടുക്കുന്ന ഓർഡർ അതിലേക്ക് കൊടുത്തത്. ഒരു മേയറാന്ന് ഓർക്കണം, ഒരു മേയർ ആയിട്ടില്ല, ഒരു മേയറുണ്ട്, ഒരു സിറ്റിയുടെ മേയറാണ്. തായത് സിറ്റി വന്ന അമേരിക്കയില് വൈറ്റ് ഹൗസിൽ കൊണ്ടുവരുന്നു, മീറ്റിംഗ് നടത്തുന്നു. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് സിറ്റിയില്? അപ്പം ട്രംപും പുള്ളിയും കൂടെ എഗ്രി ചെയ്ത പല കാര്യമുണ്ട്. ക്രൈം ഒഴിവാക്കുക, അഫോർഡബിലിറ്റി ഉണ്ടാകുക, പൊതുജനങ്ങളുടെ വിലക്കയറ്റം കുറയ്ക്കുക, ഇങ്ങനെ പല കാര്യങ്ങളിൽ പ്രസിഡന്റും മേയറും തമ്മിൽ ധാരണയുണ്ടായി. അപ്പോൾ ട്രംപ് ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മംദാനെ തോൽപ്പിക്കാൻ പോയതെങ്കിലും ന്യൂയോർക്ക് ജയിച്ചു വന്ന മേയറെ അംഗീകരിക്കുക എന്നുള്ളത് രാഷ്ട്രീയ മര്യാദയാണ്, അമേരിക്കൻ ധാർമ്മികത. പക്ഷെ ആ ധാർമ്മികത ഈ ഡെമോക്രാറ്റിക് പാർട്ടി കാണിച്ചിട്ടില്ല ട്രംപിനോട്. ട്രംപ് 2014 ജയിച്ചു വന്നപ്പോൾ ഇവരെന്താ ചെയ്തത്? ട്രംപിനെ താഴെ ഇറക്കാൻ വേണ്ടി എന്തോ ഒരു റൈറ്റിൻ ഹോക്സ് എന്ന് പറഞ്ഞ് 48 മില്യൺ ഡോളർ കൊടുക്കാൻ നമ്മളെ ഇത് അന്വേഷണം നടത്തി, ഒന്നും കണ്ടുപിടിച്ചില്ല. ഒബാമയും ഹിലരി ക്ലിന്റൺ തമ്മിൽ ചേർന്നുണ്ടാക്കിയ കോൺസ്പിറസി ഗുഡാരോയുടെ ഭാഗമാണ് ആ കേസിനകത്ത് അല്ലെ. ഞാനൊരു ഡെമോക്രാറ്റ് ആയിരുന്നു, ഒരു വർഷം പറഞ്ഞതേ ഉള്ളൂ. എന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് മാറ്റിയെടുത്തത് ഈ ട്രംപ് എന്ന് പറയുന്ന മനുഷ്യൻ്റെയൊക്കെ എന്നെ സത്യം കൊണ്ടുപോയി ഡെമോക്രാറ്റിക് പാർട്ടിക്കാർ അവർ ഈ കാണിച്ച ധാരാളം ട്രംപിനെതിരായിട്ടുള്ള ആക്രമണങ്ങളാണ് എന്നെ പ്രശ്നിച്ചത്. എന്താണ് ട്രംപിനെതിരെ ഒരു അത് മാത്രമല്ല, ന്യൂയോർക്കിലെ ഒരു വലിയ ഡെമോക്രാറ്റിക് ലീഡർ എന്നോട് പറഞ്ഞു, തെക്കേ ഹോക്കാൻ അത് പറഞ്ഞു, സ്റ്റാൻലി നമ്മുടെ ഹിലേരിയെ തോപ്പിച്ചല്ലോ ഇയാളെ നമ്മൾ വെച്ച് ഉറപ്പിക്കത്തില്ല, ഇയാളെ നമ്മൾ ഓഫീസിൽ ഇറക്കും, റിപ്പീറ്റ് ചെയ്യണം. ഇതെന്നെ വളരെ അപ്പൊ ഈ ഇത്ര മാത്രം എന്താ പറയുന്നത് വൈരാഗ്യത്തോടുകൂടി ഒരു രാഷ്ട്രീയ മര്യാദ ഇല്ലാതെ ഡെമോക്രാറ്റിക് പാർട്ടിക്കാർ മുമ്പോട്ട് പോയപ്പോഴാണ് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ മാറുകയും
ഈ ട്രംപ് എന്ന് പറയുന്ന മനുഷ്യൻ്റെയൊക്കെ എൻ്റെ സത്യം ഉണ്ടായിരുന്നത് ആ മനുഷ്യൻ പഠിക്കാൻ തുടങ്ങിയത്. ആ മനുഷ്യൻ ഈ രാജ്യത്തിന് ഏറ്റവും ആവശ്യമാണെന്ന്, ഈ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി വലിയ ദാർശനികനായ ഒരു പ്രശ്നമാണെന്ന് ഞാൻ ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ അദ്ദേഹത്തെ വേണ്ടി പ്രവർത്തിച്ചു. അപ്പൊ ഇതാണ് ഇതൊരു. അപ്പൊ മമതാനോട് ട്രംപ് കാണിച്ച രാഷ്ട്രീയ മര്യാദ ഡെമോക്രാറ്റിക് പാർട്ടി ട്രംപിനോട് കാണിക്കുന്നില്ല. ഇതാണ് അവർ പഠിക്കേണ്ട കാര്യം. അവർ ആദ്യം പഠിക്കുന്ന രാഷ്ട്രീയ മര്യാദയാണ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ത്യൻ മീഡിയയും ഗ്ലോബൽ മീഡിയ ഒക്കെ പറയുന്ന ട്രംപ് പൊട്ടനെന്നുമല്ല, ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ബിസിനസ് പൊളിറ്റീഷ്യനാണ്. അയാൾക്ക് എല്ലാവരെയും ഡീൽ ചെയ്യാൻ അറിയാം. അത് അയാൾ ഓരോ അർത്ഥത്തിലും കാണിച്ചു കൊടുക്കുന്നത്. താങ്ക് യു വെരി മച്ച് സ്റ്റാൻലി.